ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള കേക്കാണ്. കുറച്ച് വൈകിട്ടാട്ടോ നമുക്ക് ഈ ഓർഡർ കിട്ടിയത്. നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ കസ്റ്റമർ കേക്ക് വാങ്ങുന്നത്. ഇവരാദ്യം അടുത്തുള്ള ഏതൊരു ബേക്കറിയിലായിരുന്നു ചോദിച്ചത്. പക്ഷെ ഇത്രയും കുറഞ്ഞ ടൈമിൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വേറെ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ കോൺടാക്ട് അവർക്ക് കിട്ടിയത്. ഞാനും ഈ ഓർഡർ എടുക്കുമെന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഓർഡർ പറഞ്ഞ ടൈമിൽ തന്നെ ചെയ്തു കൊടുക്കാമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാട്ടോ ഞാനിതങ്ങ് എടുത്തത്. നമ്മൾ മുന്നേ ചെയ്ത ഒരു കേക്കിന്റെ റെഫറൻസ് വെച്ച് തന്നെയാട്ടോ ഇത് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ചെയ്തേക്കുന്നത് 2.5 കിലോയിൽ 2 ടയർ ആയിട്ടാണ്. വാനിലയാണ് ഫ്ലേവർ വരുന്നത്. ഇതിന്റെ ബേസ് ഞാൻ ചെയ്തിരിക്കുന്നത് 8 ഇഞ്ച് പാനിലും അതുപോലെ തന്നെ ടോപ്പിലെ കേക്ക് ചെയ്തേക്കുന്നത് 5 ഇഞ്ച് പാനിലുമാണ്. ഇനി നമുക്ക് മുകളിലത്തെ കേക്കിനെ താഴത്തെ കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ വുഡൻ സ്റ്റിക്കുകൾ ഇങ്ങനെ താഴത്തെ കേക്കിൽ കുത്തി കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ മുകളിലത്തെ കേക്ക് താഴത്തെ കേക്കിലേക്ക് വെക്കുമ്പോൾ കേക്ക് താഴോട്ട് ഇരുന്ന് പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഫോക്സ് ബോൾസ് വെച്ച് കൊടുക്കാവേ. ഇത് നമ്മൾ തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് അതുകൊണ്ട് കഴിക്കാനൊന്നും പറ്റില്ല. അടുത്ത നമുക്ക് ഈ ടെഡീനെ കേക്കിലേക്ക് വെച്ച് കൊടുക്കാവേ. ഇത് ഞാൻ ഫോണ്ടന്റിൽ ചെയ്തെടുത്തതാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് കഴിക്കാം കേട്ടോ. അടുത്തായിട്ട് ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് മുകളിലും താഴെയായിട്ട് ഇതുപോലെ ഇങ്ങനെയൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാവേ. ഈ ലാസ്റ്റ് ആയിട്ട് കുഞ്ഞിന്റെ പേരും അതുപോലെ തന്നെ ബർത്ത്ഡേയുടെ ടോപ്പറും ഒക്കെ വെച്ച് കേക്കിന്റെ ലുക്ക് ഒന്ന് ഫൈനലാക്കി എടുക്കാം. അപ്പം ഇതാട്ടോ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നമ്മുടെ കസ്റ്റമർക്ക് കേക്കും നമ്മുടെ വർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.